മുംബൈ എങ്ങനെയാണോ ഠാക്കറെകൾക്ക്, അതുപോലെയാണ് NCPക്ക് പൂണെയും പിംപിരി ചിഞ്ച്വാഡും. മുംബൈ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ ഉദ്ധവ് ഠാക്കറെയും രാജ് ഠാക്കറെയും ഒന്നിച്ചു. പൂണെയും പിംപിരി ചിഞ്ച്വാഡും പിടിക്കാൻ പാർട്ടി പിളർത്തിപ്പോയ അജിത്തിനോടുള്ള പരിഭവം മറന്ന് ശരത് പവാറും കൈകോർത്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു കാലത്ത് കിങ്ങും കിങ് മേക്കറും ഒക്കെയായിരുന്ന പവാറിനെ കാത്തിരുന്നത് വലിയ തിരിച്ചടി. പ്രായം 85 പിന്നിടുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ശരത് പവാർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായൻ, മുൻ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, കോൺഗ്രസ് മുൻ പ്രവർത്തക സമിതി അംഗം, സഹകാരി, ഇതൊക്കെയാണ് ശരത് പവാർ. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് 1998 പാർട്ടിക്ക് പുറത്തായത്. എന്നിട്ടും മഹാരാഷ്ട്രയിലും ദേശീയ രാഷ്ട്രീയത്തിലും പവാർ ശക്തനായി തുടർന്നു. 99 ജൂൺ 10 രൂപീകരിച്ച NCP എന്ന പുതിയ രാഷ്ട്രീയ കക്ഷി മഹാരാഷ്ട്രയ്ക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പടർന്നു. മേഘാലയയിലും കേരളത്തിലും ഗോവയിലും MLA മാരുണ്ടായി. 1ഉം 2ഉം UPA സർക്കാരിൽ 2004 മുതൽ 2014 വരെ 10 വർഷം പവാർ കൃഷിമന്ത്രിയായി. ൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതോടെ തുടരെ കേട്ട പ്രയോഗമാണ് ഓപ്പറേഷൻ താമര. എന്നാൽ അതിന് മറുമരുന്ന് കണ്ടത് 2019 മഹാരാഷ്ട്രയിലായിരുന്നു. ശിവസേന നേതാവ് ഉദ്ധവ് ഠാക്കറെയെ NDAയിൽ നിന്ന് ഇറക്കി കോൺഗ്രസിന്റെയും NCPയുടെയും പിന്തുണയോടെ സർക്കാരുണ്ടാക്കി. BJP ക്യാമ്പിനെ ഞെട്ടിച്ചു. അതിന്റെ ബുദ്ധി കേന്ദ്രവും പവാർ അല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഇങ്ങനെ അസാധ്യ നീക്കങ്ങൾ നടത്തിയിരുന്ന പവാറിന് ഇത് തുടർ തിരിച്ചടിയുടെ കാലമാണ്. ആദ്യം സ്വന്തം പാളയത്തിൽ നിന്ന് പാർട്ടി പിളർത്തി അജിത് പവാർ NDAയിൽ ചേക്കേറി. അജിത്തുമായുള്ള യുദ്ധത്തിൽ പാർട്ടിയും ചിഹ്നവും പോയി. പിന്നാലെ 2024 അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും വൻ വീഴ്ച. 29 കോർപ്പറേഷനുകളിലായി ആകെയുള്ള 2869 വാർഡുകളിൽ ജയിച്ചത് 36 വാർഡുകളിൽ മാത്രം. സീറ്റ് കണക്കിൽ ഒവൈസിയുടെ AIMIMനേക്കാൾ പിന്നിൽ. രാജ്യത്തെ ഏറ്റവും സമ്പന്ന കോർപ്പറേഷനായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശിവസേന ഉദ്ധവിനും MNSനും ഒപ്പം ചേർന്നിട്ടും ജയിച്ചത് ഒരു സീറ്റിൽ മാത്രം. മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോർപ്പറേഷനുകളാണ് പൂണെയും പിംപിരി ചിഞ്ച്വാഡും. PMCയുടെ ബജറ്റ് 12,618 കോടി. PCMCയുടെ വാർഷിക ബജറ്റ് 9,675 കോടി. 2007 മുതൽ 2017 വരെ പൂനെ തുടർച്ചയായി NCP ഭരിച്ചു. പാർട്ടി രൂപീകരിച്ച നാൾ മുതൽ 2017 വരെ പിംപിരി ചിഞ്ച്വാഡും നിയന്ത്രിച്ചത് NCPയാണ്. അതിന് മാറ്റമുണ്ടായത് 2017 ആദ്യമായി രണ്ടിടത്തും BJP അധികാരം പിടിച്ചതോടെയാണ്. ആ ക്ഷീണം മാറ്റാനാണ് 2023 പിളർപ്പിന് ശേഷം വൈരം മറന്ന് ഇരുവരും ഒന്നിച്ചതും അത് ബലം കാണാതെ പോയത്. പൂണെയിൽ അജിത് പവാർ 16 സീറ്റ് നേടിയപ്പോൾ ശരത് പവാർ പക്ഷം നേടിയത് 3 സീറ്റ് മാത്രം. പിംപിരി ചിഞ്ച്വാഡിൽ അജിത്ത് 36 സീറ്റ് നേടിയപ്പോൾ ശരത് പവാറിന് അക്കൗണ്ട് തുറക്കാനേ കഴിഞ്ഞില്ല. 29 കോർപ്പറേഷനുകളിൽ 12 ഇടങ്ങളിൽ ഒറ്റ സീറ്റ് പോലും ജയിക്കാൻ ശരത് പവാറിനായില്ലെന്ന് പറയുമ്പോൾ തോൽവിയുടെ ആഴം വ്യക്തം. തോൽവിയോടെ ശരത് പവാറിനെ കുറിച്ച് മാത്രമല്ല അജിത് പവാറിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുകയാണ്. 2023 NDAയിൽ എത്തിയ ശേഷം BJPയുമായി സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തിയിരുന്നു അജിത് പവാർ. ഷിൻഡെയിൽ നിന്ന് വ്യത്യസ്തമായി BJPക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വളരെ അപൂർവമായി മാത്രം. ആ രസതന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പോടെ മാറിയത്. തോൽവിയോടെ ശരത് പവാറിനൊപ്പം അവശേഷിക്കുന്ന നേതാക്കൾ പുതിയ താവളങ്ങൾ തേടിയേക്കാം. നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാകുമ്പോൾ വീണ്ടും ഒന്നിക്കാൻ പവാറുകൾ നിർബന്ധിതരായേക്കും.